എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ പാഠഭാഗമാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഡെസിമൽ മെത്തേഡ്സ്, ദശാംശ രീതികൾ. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അതേപോലെ തന്നെ കണക്കിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് എക്സ്പ്ലനേഷൻ സഹിതം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തത് പേജ് നമ്പർ 71 ആൻഡ് 73 ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 74 ആണ്. അതോടൊപ്പം തന്നെ പേജ് 76. ഈ രണ്ട് പേജിലെയും പ്രോബ്ലംസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പേജിൽ 74 ആകെ 3 പ്രോബ്ലംസേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽസ്, അതായത് ദശാംശ രീതികളുടെ ഗുണനമാണ്. അപ്പം വളരെ സിമ്പിളാണ്. നമുക്ക് ഓരോ പ്രോബ്ലം വൈസ് ചെയ്യുമ്പോൾ അത് പഠിച്ചിരിക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 6.25 meters ആൻഡ് വിഡ്ത്ത് 4.2 meters. 6.25 മീറ്റർ നീളവും 4.2 മീറ്റർ നീളവും വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്ററാണ്? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. പരപ്പളവ് അഥവാ ഏരിയ കാണാനാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 6.25 4.2 ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി നമുക്ക് ഇൻറ്റു ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലെങ്ത് 6.25 മീറ്റർ, നീളം 6.25 മീറ്റർ, ബ്രെഡ്ത്ത് അഥവാ വീതി 4.2 മീറ്റർ. ഇനി ഏരിയ അഥവാ പരപ്പളവാണ് നാം കാണേണ്ടത്. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് നീളം ഗുണിക്കണം വീതി. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 6.25 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4.2 ആണ്. അപ്പോൾ 6.25 ഇൻറ്റു 4.2. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ദശാംശം കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സാണുള്ളത്, ഇവിടെ ഒരു നമ്പറാണുള്ളത്. അപ്പം നമ്മൾ ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയപ്പോൾ 625/100, അതായത് 2 പോയിന്റ്സ് ആണുള്ളത്, അതുകൊണ്ട് 20. ഇവിടെ 42/10 എന്നിങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 625 ഇൻറ്റു 42 ചെയ്യണം. 2 ഇൻറ്റു 5 10, ബാലൻസ് 1. 2 ഇൻറ്റു 2 4, 4 + 1 5. 2 ഇൻറ്റു 6 12, അപ്പം 1250. ഇനി 4 ഗുണിക്കണം 5 20, ബാലൻസ് 2. 4 2 8, 8 കൂട്ടണം 2 10, ബാലൻസ് 1. ഇനി 4 6 24, 24 കൂട്ടണം 1 25. ഇനി നമ്മളിത് ആഡ് ചെയ്യാണ്. 0 5 2 1 + 5 6 2. ആൻസർ എത്രയാണ്? 26250. ഓക്കെ, അപ്പം നമ്മൾ ഇത് 2 ഇൻറ്റു ചെയ്താണ് ഇത് കിട്ടിയത്. 26250. ഓക്കെ, ഇനി അതേപോലെ ഇതും ഇൻറ്റു ചെയ്യണ്ടേ? 100 ഇൻറ്റു 10. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പം നമ്മൾ അതങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി ഇതിനെ നമുക്ക് ഡെസിമൽ ഫോമിലാക്കണം അല്ലേ? ഇവിടെ എത്ര സീറോസ് ഉണ്ട്? ഇവിടെ 3 സീറോസ് ആണുള്ളത്. അപ്പം എത്ര പ്ലേസ് നമ്മൾ മാറ്റി കുത്തണം? 3 പ്ലേസ് മാറ്റി കുത്തണം. അപ്പം 1 2 3 ഇവിടെ ആയിരിക്കും നമ്മുടെ ദശാംശം പോയിന്റ് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 26.250, 26.250. ഓക്കെ, പിന്നെ അതിൻ്റെ മീറ്ററിന് എഴുതുക. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻറ്റു, അതാണ് നമ്മുടെ ഗുണനം നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ദ വെയ്റ്റ് ഓഫ് 1 milliliter ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് 0.91 gram. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 10.5 millimeter ഓഫ് കോക്കനട്ട് ഓയിൽ? 1 milliliter വെളിച്ചെണ്ണയുടെ ഭാരം 0.91 gram ആണ്. 10.5 milliliter വെളിച്ചെണ്ണയുടെ ഭാരം എത്ര gram ആണ്? അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗുണനമാണ് ചെയ്യേണ്ടത്. 0.91 നമ്മൾ 10.5, 0.91 നമ്മൾ 10.5 കൊണ്ട് ഗുണിക്കണം. അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ,
ദ വെയിറ്റ് ഓഫ് 1 millimeter ഓഫ് കോക്കനട്ട് ഓയിൽ. 1 millimeter വെളിച്ചെണ്ണയുടെ ഭാരം എത്രയാണ്? 0.91 ഗ്രാം, 0.91 ഗ്രാം. ഇനി നമുക്ക് കാണേണ്ടത് ദ വെയിറ്റ് ഓഫ് 10.5 milliliters ഓഫ് കോക്കനട്ട് ഓയിൽ. 10.5 milliliter വെളിച്ചെണ്ണയുടെ ഭാരമാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 0.91 ഇൻറ്റു 10.5. 0.91 ഗുണിക്കണം 10.5. ഇനി ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ എത്രയാണ്? 2 പ്ലേസ് ആണ്. ദശാംശം കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണ്, ദശാംശം കഴിഞ്ഞിട്ട് 1 പ്ലേസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന് 2 സീറോ ഇട്ട് കൊടുക്കണം, ഇതിന് ഒരൊറ്റ സീറോ മതി. അപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്തു. 91/100, പിന്നെ ഇത് 105/10. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്യണം അല്ലേ? ആദ്യം 91നെ 105 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ദെൻ നമ്മൾ 100നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അത് ഈസിയാണ്. അപ്പൊ നമുക്ക് 105 ഇൻറ്റു 91 നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് 1 ഇൻറ്റു 5 5, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1. ഓക്കെ, 9 ഇൻറ്റു 5 45. 45ൽ 5 എഴുതി, ബാലൻസ് എത്ര ഉണ്ട്? 4 ഉണ്ട്. 9 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് 4, 0 + 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ. 1 ഇൻറ്റു 9 എന്ന് പറയുന്നത് 9. അപ്പോൾ 945 കിട്ടി. ഇനി ഇത് നമ്മൾ കൂട്ടണം. 5 0 കൂട്ടണം 5 5, 4 1 കൂട്ടണം 5 9. നമുക്ക് ആൻസർ കിട്ടിയതാണ് 9555. 9555. ഓക്കെ, ഇനി നമ്മൾ അത് ഇവിടെ എഴുതാണ്. 9555. ഓക്കെ, ഇനി ഇവിടെ നമുക്കറിയാലോ, സീറോസ് അങ്ങോട്ട് എഴുതിയാൽ മതി. 10ന്റെ 1 സീറോ ഇട്ടു, 100ന്റെ 2 സീറോ ഇട്ടു. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇത് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം. ഇവിടെ എത്ര പ്ലേസ് മാറ്റി കുത്തണം? 3 പ്ലേസ് നമ്മൾ മാറ്റി കുത്തണം. കാരണം 3 സീറോസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 9.555 9.555 എന്താണ്? ഗ്രാം. ഈ യൂണിറ്റ് നിങ്ങൾ എഴുതാൻ ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, 9.555 ഗ്രാം എന്നാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ ഈ ഗുണനം, അതായത് മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യണം, എന്നാലേ നമ്മുടെ ആൻസർ ശരിയായിട്ടുള്ളൂ വരും. ഓക്കെ, ഈ പേജിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ്. ദ പ്രൈസ് ഓഫ് 1 liter ഓഫ് പെട്രോൾ ഈസ് 110.12 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 liters ഓഫ് പെട്രോൾ? 1 ലിറ്റർ പെട്രോളിൻ്റെ വില 110.12 രൂപയാണ്. 2.5 ലിറ്റർ പെട്രോളിൻ്റെ വില എത്രയാണ്? ഇതും ഗുണനമാണ്. അപ്പം നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. പെട്രോളിന്റെ വില അല്ല നമുക്ക് കാണേണ്ടത്. നമുക്ക് 2.5 ലിറ്റർ പെട്രോളിന്റെ വിലയാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതി നോക്കാം. ദ പ്രൈസ് ഓഫ് 1 ലിറ്റർ പെട്രോൾ. 1 ലിറ്റർ പെട്രോളിന്റെ വില എത്രയാണ്? 110.12 അല്ലേ? ഇനി പ്രൈസ് ഓഫ് 2.5 liters ഓഫ് പെട്രോൾ. 2.5 ലിറ്റർ പെട്രോളിന്റെ വില അത് കാണാൻ എന്താ ചെയ്യണത്? 110.12നെ നമ്മൾ 2.5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 2 zeros ഇടണം, ഇവിടെ 1 സീറോ ഇട്ടാൽ മതി. അപ്പൊ നമ്മൾ ചെയ്തപ്പോൾ എത്രയായി? 110/100 25/10. ഇനി നമ്മൾ എന്താ ചെയ്യണം? ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്യണം, ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്യണം. ഇവിടെ നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 2 × 5 എത്രയാണ്? 10 ആണ്. 2 ഗുണിക്കണം 5 10. ബാലൻസ് എത്രയാണ്? 1 ഉണ്ട്. 1 × 5 എന്ന് പറഞ്ഞാൽ 5. 1 ഗുണിക്കണം 5 5 5 കൂട്ടണം 1 6. പിന്നെ 5 ഗുണിക്കണം 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 1 ഗുണിക്കണം 5 1 × 5 5 1 × 5 5. ഓക്കെ, ഇത് നമ്മൾ രണ്ടാമത്തെ എടുത്തു. 2 × 2 ഇവിടെയാണ് എഴുതേണ്ടത്. 4 2 × 1 2 2 0 0 2 1 2 2 1 2. ഇനി നമുക്കിത് ആഡ് ചെയ്യാം. 0 6ഉം 4ഉം 6ഉം 4ഉം 10 ആണ്, 10 ആണ്. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് ഉണ്ട്. 1 1ഉം 2ഉം 3. പിന്നെ 5 കൂട്ടണം 0 5. 5 + 2 7 2. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒന്നും തെറ്റാതെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണ്?
275,300. നമുക്കിത് ചെയ്യാം. 100 into 10 3 zeros ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? നമ്മൾ 3 പോയിന്റാണ് ഇപ്പുറത്തേക്ക് ഇടേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 3 പോയിന്റ് ഇടുമ്പോൾ എവിടെ വരും? ഇവിടെ ആയിട്ട് വരും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 275.3. ഇങ്ങനെയാണ് നമ്മുടെ വരെ. ഇവിടുത്തെ ഈ 0 പിന്നെ നമുക്കൊരു വാല്യൂ ഇല്ല. ഇതെന്താണ് പറയാ? 275.3. ഈ സീറോസിന് പിന്നെ ഇവിടെ വാല്യൂ ഇല്ല, പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ആണെച്ചാൽ വാല്യൂ ഉണ്ട് കേട്ടോ, ഇവിടെ അതിന് വാല്യൂ ഇല്ല. അപ്പം നമുക്ക് ഇതിങ്ങനെ 275.3 275.3 റുപ്പീസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലുള്ള പ്രോബ്ലംസും കൂടി ഈ വീഡിയോയിൽ നോക്കാം. പേജ് നമ്പർ 76. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 76 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഗിവൺ ദാറ്റ് 1 2 3 4 ഇൻറ്റു 56 6910. ഇവിടെ ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് പ്രോബ്ലംസ് വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യൊന്നും വേണ്ട. ഇവിടെ ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതാ ഇവിടെ ആദ്യം കാണുന്നത് ഇതാ 1.234 ഇൻറ്റു 56 അങ്ങനെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡെസിമൽ പോയിന്റിൽ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആൻസറിൽ ആ ഡെസിമൽ പോയിന്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിലും അതേ തന്നെ. ചുവടെ കൊടുത്തിരിക്കുന്ന കണക്കുകളുടെ ഉത്തരം ഗുണിച്ചു നോക്കാതെ പറയുക. വളരെ എളുപ്പമുള്ളതാണ്, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 76 ആണ്. 1 2 3 4 ഇൻറ്റു 56. അപ്പം നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇൻറ്റു ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കും. 1.234 ഇൻറ്റു 56. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര, അതായത് ഇതിലൊരു പോയിന്റും ഇല്ല, ഇതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസസ് ആണുള്ളത്. 3 പ്ലേസസ് ആണുള്ളത്. അപ്പം നമ്മുടെ ആൻസറിൽ നമ്മൾ എവിടെ കുത്തിടണം? എവിടെ പോയിന്റ് ഇടണം? 1 2 3 ഇവിടെയാണ് നമ്മൾ ആൻസറിൽ പോയിന്റ് ഇടേണ്ടത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ആൻസർ എത്രയാണ്? 69.104. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അവിടെ 12.34 ഇതിലും ഉണ്ട്, അതേപോലെ തന്നെ ഇതിലും ഉണ്ട് പോയിന്റ് അല്ലേ? ദശാംശം ഇതിലും ഉണ്ട്. അപ്പൊ ഇതിൽ എത്രയുണ്ട്? 12.34. 2 പ്ലേസസ് ആണുള്ളത്, ഇവിടെ 1 പ്ലേസ് ആണ്. അപ്പൊ നമ്മുടെ ആൻസറിൽ എത്ര പ്ലേസ് വേണം? 2 + 3 3 പ്ലേസ് വേണം അല്ലേ? അപ്പൊ നമുക്ക് 1 2 3. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എത്രയാണ്? ഇവിടെയാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. 69.104. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. 123.4 ഇൻറ്റു 0.56. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയും എന്താണ്? ഇത് കഴിഞ്ഞിട്ട് ഒരൊറ്റ പ്ലേസേ ഉള്ളൂ, ഇത് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 3 ആണ്. അതും നമ്മൾ 3 വെച്ചിട്ട് നമ്മൾ പോയിന്റ് ഇടണം. അവിടെ ആൻസർ എത്രയാണ്? 69.104. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ 1 2 3 4 ഇൻറ്റു 0.056. ഇവിടെ എത്രയാണ്? ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 പ്ലേസസ് ആണുള്ളത്, ഇവിടെ ഒരു പ്ലേസും ഇല്ല. അപ്പൊ ഇവിടെ മൊത്തത്തിൽ 3 പ്ലേസേ ഉള്ളൂ. അതും നമുക്ക് 1 2 3 4 ഇവിടെ നമുക്ക് എഴുതാം. ഓക്കെ, 69.104. അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, നമ്മൾ എങ്ങനെയെല്ലാം ഇവിടെ ഈ കേസിൽ ചോദ്യം വേറാണ്, ഈ കേസിൽ ചോദ്യം വേറെയാണ്, ഈ കേസിൽ ചോദ്യം വേറാണ്. പക്ഷെ നമ്മുടെ ആൻസർ ഒക്കെ എന്താണ്? ഒന്ന് തന്നെയാണല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത് നമ്മൾ എന്താ മനസ്സിലാക്കണം? നമ്മൾ ഡെസിമൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതനുസരിച്ച് നമ്മൾ ആൻസറിൽ അത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഇതുപോലെ 6.9104 ഉത്തരം കിട്ടുന്ന എത്ര ഗുണഫലങ്ങൾ കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പോൾ 6.914 ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എത്ര വേണം? ടോട്ടൽ എത്ര വേണം? ടോട്ടല് 4 പോയിന്റ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വേണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ പോയിന്റ് ഇട്ടെടുക്കാം, ഇവിടെ പോയിന്റ് ഇട്ടെടുക്കാം, ഇവിടെ പോയിന്റ് ഇട്ടെടുക്കാം. അപ്പൊ എത്രയായി? ഇവിടെ 4 പോയിന്റ്സ് വന്നു. അപ്പൊ ആൻസറിൽ എത്ര വന്നു? 4 പോയിന്റ്സ് വന്നു. ഇനി നമുക്ക് അടുത്തത് ഇവിടെ പോയിന്റ് ഇട്ടെടുക്കാം. ഇവിടെ പോയിന്റ് ഇട്ടെടുക്കുമ്പോൾ 1 2 3. ഇനി ഇവിടെയും പോയിന്റ് എടുക്കാം 4. അപ്പൊ നമുക്ക് 6.9104 എന്ന് എഴുതാം. ഇനി നമുക്ക്
ഇതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഓക്കെ, 6.9104 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ചെയ്തു. ഇനി നമുക്ക് 1 2 3 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടാം. പിന്നെ ഇവിടെ 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് മൊത്തത്തിൽ 4 പോയിന്റ് വേണം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ എത്ര വേണം? 3 എണ്ണം വേണം. അതിന് നമ്മൾ ഒരു 0 ഇട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നോക്കൂ, ഇത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റും ഇത് കഴിഞ്ഞിട്ട് 3 പോയിന്റ്. അപ്പൊ മൊത്തത്തിൽ എത്രയായി? 4 പോയിന്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? ഇനി നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഇവിടെ ഇട്ടുകൊടുക്കാം. ഇവിടെ നമ്മൾ ഇട്ടുകൊടുത്തില്ലല്ലോ. 0.1234 ഇൻറ്റു 56. അപ്പൊ എത്ര ടോട്ടൽ പോയിന്റ് എത്രയായി? ഇത് 1 2 3 4 പ്ലേസസ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണ്. നമുക്ക് 4 പ്ലേസസ് വെച്ച് കുത്താം. ഇനി അടുത്തത് എന്താണ്? 1 2 3 4. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാൽ നമുക്ക് ഇതിന് 0 ഇട്ട് കൊടുക്കാം. 2 0 ഇട്ട് കൊടുത്തു. അപ്പോൾ നോക്കൂ, ഇവിടെ 4 പ്ലേസ്. അപ്പൊ നമ്മുടെ ആൻസറിൽ എത്രയായി? 4 പ്ലേസ്. അപ്പൊ എത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു കൺഫ്യൂഷനും വേണ്ട. നമ്മളെ ക്വസ്റ്റ്യനിൽ എത്ര ഡെസിമൽ പോയിന്റ്സ് ഉണ്ടോ അത്രയും നമ്മുടെ ആൻസറിലും കാണണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഡെസിമൽ പോയിന്റ്സ് തികയാണ്ട് വരുമ്പോൾ നമുക്ക് 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലോർത്താൽ മതി. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് ഷുവർ ആയിട്ട് വരും. അപ്പൊ ഇതൊന്നും നിങ്ങൾ നല്ലവണ്ണം നോക്കി വെക്കുക. ഒന്നുമില്ല, ഡെസിമൽ പോയിന്റ്സ് മൊത്തത്തിൽ ആൻസറിലും ക്വസ്റ്റ്യനിലും ഒരേപോലെ ആയിരിക്കണം. രണ്ടാമത്തെ ചോദ്യം, ചുവടെയുള്ള ഗുണനങ്ങളിൽ 1.234 ഇൻറ്റു 5.67 എന്ന ഗുണനഫലം തന്നെ കിട്ടുന്നവ ഏതെല്ലാമാണ്? അപ്പം അത് നമ്മൾ ഏതെല്ലാമാണെന്ന് അതിൽ 5 ചോയ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആൻസർ കിട്ടുന്നത് ഏതെല്ലാമാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വളരെ എളുപ്പമുള്ളതാണ്. ഓക്കെ, ഇൻ ദ ഫോളോയിങ് പ്രോഡക്ട്സ് ഹൗ മെനി ഓഫ് ദ ഗിവൺ ദ സെയിം പ്രോഡക്റ്റ് ആസ് 1.234 ഇൻറ്റു 5.67. ഇനി നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചല്ലോ. അപ്പോൾ 1.234 ഇൻറ്റു 5.67 ഈ ആൻസർ തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട് ക്വസ്റ്റ്യനില്? 1 2 3 4 5. മൊത്തത്തിൽ എത്ര ഉണ്ട്? 5 ഡെസിമൽ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ 5 ഡെസിമൽ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസറിൽ എന്ത് വരണം? 5 ഡെസിമൽ പോയിന്റ്സ് വേണം. അപ്പൊ ഇവിടെ നോക്കൂ, 12.34 ഇൻറ്റു 0.567. ഇവിടെ 5 ഉണ്ടോ? ഇവിടെ 2, ഇവിടെ 3. അപ്പൊ ഇവിടെ 5 ഉണ്ട്. അപ്പൊ 5 എഴുതി വെക്കാം. ഇനി ഇവിടെ നോക്കൂ, 1 2 3 4. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ ആകെ 3 പോയിന്റ്സേ ഉള്ളൂ. ഇവിടെ നോക്കാം, 1 2 3 4 5 6. ഇവിടെ 6 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, 1 2 3 4. ഇവിടെ 4 പോയിന്റ്സ് ആണുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ 1 പോയിന്റും ഇവിടെ 4 പോയിന്റ് ഉള്ളു. അപ്പൊ മൊത്തത്തിൽ 5 പോയിന്റ്. അപ്പൊ നമ്മുടെ ആൻസറിൽ 5 പോയിന്റ് ഉള്ളത്. അപ്പൊ ആൻസർ വരിക ഏതാണ്? ഒന്ന് ഇതും 12.34 ഇൻറ്റു 0.567. അതായത് ഒന്നാമത്തേത്. പിന്നെ ലാസ്റ്റ് 1 അഞ്ചാമത്തേത് 123.4 ഇൻറ്റു 0.0567. അപ്പോൾ ഇത് രണ്ടുമാണ് ആൻസർ. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഗുണഫലവും ഏറ്റവും ചെറിയ ഗുണഫലവും കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. നമുക്ക് ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഏറ്റു പറയുന്ന ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റും അതേപോലെ ലീസ്റ്റ് പ്രോഡക്റ്റും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ എന്താണ്? 0.11 ഇൻറ്റു 0.11. അപ്പോൾ 11 ഇൻറ്റു 11 നമ്മൾ കാണണം. 11 ഇൻറ്റു 11 കണ്ടപ്പോൾ നമുക്ക് 121 ആണ് കിട്ടിയത്. നെക്സ്റ്റ് എന്താണ്? അപ്പോൾ 121 എന്ന് പറയുമ്പം ഇവിടെ നോക്കൂ, ഇവിടെ 2 പോയിന്റ് ഉണ്ട്, ഇവിടെ 2 പോയിന്റ്. മൊത്തം എത്ര പോയിന്റ് ഉണ്ട്? 4 പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ 121 ആണ്. പക്ഷെ നമ്മൾ പോയിന്റ് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 0 ഇവിടെ ഇട്ട് കൊടുത്തു. ഒക്കെ ഒരു ഭംഗിക്ക് ഇവിടെയും 0 ഇട്ട് കൊടുക്കുക. 0.0121. അതാണ് ഇത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1.1 ഇൻറ്റു 1.1. ഇപ്പോൾ 121 എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ്, 2 പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ 0 ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഇവിടെ 2 പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1.01 ഇൻറ്റു 1.01. അപ്പൊ നമ്മൾ 101 ഇൻറ്റു 101 ചെയ്തു. അപ്പൊ നമ്മൾ 10 ഇൻറ്റു 101 നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 10201 കിട്ടി. നമ്മൾ ഇത് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1.01 ഇൻറ്റു 1.01. അതായത് പോയിന്റ് കണ്ടിട്ട് ഇവിടെ 2 പ്ലേസസ് ഉണ്ട്, ഇവിടെ 2 പ്ലേസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസറിൽ എത്ര പ്ലേസ് വേണം? 4 പ്ലേസ് വേണം. അപ്പൊ നമ്മൾ ഇവിടെ 4 പ്ലേസ് മാറ്റിക്കുത്തി. ഓക്കെ, നമ്മൾ 1.0201 ദശാംശം നമ്മൾ എഴുതി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 10.1 ഇൻറ്റു 0.101. അതും നമ്മൾ ചെയ്തു. 1 പോയിന്റ്, അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണ്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് ആണ്. അപ്പൊ മൊത്തം എത്ര? 4 പ്ലേസ് ആണ്. 1.0201. ഇവിടെ നമ്മളോട് ഇതൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏറ്റവും വലിയ ഗുണഫലം കണ്ടുപിടിക്കണം. അപ്പൊ ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ് ഏതാണ്? ഇതാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം 1 ഇവിടെ 0 ആണുള്ളത്. അപ്പൊ ഇത് ഗ്രേറ്റസ്റ്റ് അല്ല. ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. ഇതിൽ വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.21 ആണ് ഇതിൽ ഗ്രേറ്റസ്റ്റ്. ഇവിടെ 0 വന്നതിനെ കൊണ്ട് ഇത് ചെറുതാണ്, ഇവിടെയും 0 വന്നത് കൊണ്ട് ഇത് ചെറുതാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഇടയിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു, മിസ്സായി പോയതാണ്. 0.101 ഇൻറ്റു 1.1. അപ്പൊ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ 111 ആണ് കിട്ടുക. അതായത് 101 ഗുണിക്കണം 11, 101 ഇൻറ്റു 11. അത് നമ്മൾ ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ 3 പോയിന്റ് ഉണ്ട്, ഇവിടെ 2 പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസറിൽ 4 പോയിന്റ് ഇട്ട്. അപ്പൊ ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ്, ലീസ്റ്റ് പ്രോഡക്റ്റ്. ഇവിടെ ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു സീറോസ് വന്നാൽ അതിന് വാല്യൂ ഇല്ല. ഓക്കെ, ഇനി ഇതിൽ ലീസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 0.0121. ഓക്കെ, 0.121. ഏറ്റവും വലിയ ഗുണഫലം 1.2 ആണ്. ഏറ്റവും ചെറിയ ഗുണഫലം 0.0121. ഓക്കെ.